ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് നോമ്പ് കാലത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമേ തന്നെ നിങ്ങളോട് ഒരു ചെറിയ സഹായം ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം, വലിയൊരു ഉൾക്കാഴ്ച ലഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അതിനായി ആവശ്യമുണ്ട്. ഞാൻ ഒരാൾ തന്നെ വിചാരിച്ചാൽ ഇത് സാധ്യമാക്കുക അല്പം ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, അതായത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത് ഈ ഒരു മിനിസ്ട്രി വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സംസാരിക്കണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കർത്താവിൻ്റെ സുവിശേഷം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വചനവിചിന്തനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ ഒരു സുവിശേഷ ഭാഗം ഒന്ന് വായിക്കാനായിട്ടും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുവാനുമായിട്ടും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ വചനത്തിൻ്റെ ഈ ഒരു വിചിന്തനം കൂടുതൽ ഉൾക്കാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുവാനായിട്ട് സഹായിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം മരുഭൂമിയിലെ യേശുവിൻ്റെ പരീക്ഷയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. മരുഭൂമിയിലെ യേശുവിൻ്റെ പരീക്ഷയുടെ കഥ പിശാചിനെതിരായ അവൻ്റെ വിജയത്തെക്കുറിച്ചും മാത്രമല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു പാഠം കൂടിയാണ്. ഇവിടെ ധനികനോ ദരിദ്രനോ, വിദ്യാസമ്പന്നനോ വിദ്യാഭ്യാസമില്ലാത്തവനോ, ചെറുപ്പക്കാരനോ പ്രായമുള്ളവനോ, അങ്ങനെ ഒരു വ്യക്തിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഒന്നുമില്ല. ഇവിടെ പ്രലോഭനങ്ങളെ ഒരു വ്യക്തി എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമാക്കുക. യേശു നേരിട്ട വെല്ലുവിളികൾ ഇന്നത്തെ ലോകത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒന്നാമതായിട്ട് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് ഒരു ഭൗതിക തലത്തിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പിശാച് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് കല്ലുകൾ അപ്പമാകുവാനായിട്ട് ആവശ്യപ്പെടുക. അല്ലെങ്കിൽ നീ ഈ കല്ലുകളോട് അപ്പമാകുവാനായിട്ട് ആവശ്യപ്പെടുക, അത് കല്ലുകൾ അപ്പമായി മാറട്ടെ എന്നൊക്കെ. അതായത് മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമായ ഒരു കാര്യത്തിലേക്കാണ് പിശാച് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നോമ്പുകാല കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണം ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണം, പണം, ജോലി, സുരക്ഷ, സുഖപ്രദമായ ജീവിതം എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ നാം പലപ്പോഴും ഒരുപാട് പാടുപെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. സമ്പത്തും സ്വത്തുക്കളും കൊണ്ടാണ് വിജയം അളക്കുന്നത് എന്ന് ഇന്നത്തെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നിരുന്നാലും ഭൗതിക കാര്യങ്ങൾ ആവശ്യമാണെങ്കിലും അവ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കരുതെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, എന്നാൽ ആത്മീയ മൂല്യങ്ങളായ സ്നേഹം, സത്യസന്ധത, ദയ, വിശ്വാസം എന്നൊക്കെ ഉള്ള നല്ല നല്ല ഗുണങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പണത്തെക്കാളും പദവിയേക്കാളും പ്രധാനമാണ് മുമ്പ് പറഞ്ഞ സ്നേഹം, സത്യസന്ധത, ദയ, വിശ്വാസം എന്നൊക്കെയുള്ള വലിയ വലിയ മൂല്യങ്ങൾ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിനർത്ഥം സത്യസന്ധത ഇല്ലായ്മയെക്കാളും അത്യാഗ്രഹത്തെക്കാളും വിശ്വാസത്തിനും സത്യസന്ധതയ്ക്കും മുൻഗണന നൽകുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അധികാരത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഒരു
അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അധികാരത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഒക്കെ പിന്നാലെ പായുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ഇന്നത്തെ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. അധികാരം, പ്രശസ്തി, അംഗീകാരം എന്നിവ നേടാൻ പലരും പ്രലോഭിപ്പിക്കപ്പെടുന്നു. ചിലപ്പോൾ അധാർമികമായ മാർഗങ്ങളിലൂടെ അഴിമതി കാണിച്ചുകൊണ്ട്, നുണകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വഞ്ചനകൾ ചെയ്തുകൊണ്ട് പലരും തങ്ങളുടെ ജീവിതത്തിലേക്ക് അധികാരവും മഹത്വവും ഒക്കെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, പിശാച് യേശുവിനോട് പറയുന്നു, എന്നെ ആരാധിക്കുക. ലോകരാജ്യങ്ങളുടെ മേൽ ഞാൻ നിനക്ക് അധികാരം നൽകും. ഇന്ന് ഇതേ സമാനമായ പ്രലോഭനങ്ങൾ നാം ഓരോരുത്തരും കാണുന്നുണ്ട്. എന്തു വില കൊടുത്തും വോട്ട് തേടുന്ന രാഷ്ട്രീയക്കാർ, അന്യായമായ ആചാരങ്ങൾ ഉപയോഗിക്കുന്ന ബിസിനസ്സുകാർ, വിജയത്തിലേക്കുള്ള കുറുക്കുവഴികൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ, ഇതൊക്കെ ഇന്നത്തെ ഈ ഒരു അധാർമികതയുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. യഥാർത്ഥ വിജയം സ്വാർത്ഥ അഭിലാഷത്തിൽ നിന്നല്ല, താഴ്മയിൽ നിന്നും സേവനത്തിൽ നിന്നുമാണ് എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിനർത്ഥം സത്യസന്ധമായി ജീവിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, നമ്മുടെ ധാർമ്മികതയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് പകരം ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുക എന്നിവയൊക്കെയാണ്. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുക, ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ടുള്ള ഒരു പ്രലോഭനം. ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നാമൊക്കെ ചോദിച്ചു പോകാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ എന്നോട് പ്രവർത്തിക്കുന്നത് എന്ന്. എന്നോട് മാത്രം എന്താണ് ദൈവം ഇത്രയേറെ ക്രൂരത കാണിക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ നാമൊക്കെ സംശയിച്ചേക്കാം. ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ ദൈവം സത്യമാണെങ്കിൽ, ദൈവം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു സത്തയാണെങ്കിൽ അവനൊരു അത്ഭുതം പ്രവർത്തിച്ച് കാണിക്കട്ടെ എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, യേശു നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ ഒരിക്കലും പരീക്ഷിക്കരുത്, മറിച്ച് അവനിൽ വിശ്വസിക്കുക എന്നതാണ്. കാണപ്പെടാത്തവ ഉണ്ട് എന്നും പ്രതീക്ഷിക്കുന്നത് ലഭിക്കുന്നു എന്നും ഉള്ള ആ ഒരു വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നഷ്ടപ്പെടുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതിന് പകരം വിശ്വാസത്തോടും ക്ഷമയോടും സ്ഥിരോത്സാഹത്തോടും കൂടി ജീവിതത്തിലെ വെല്ലുവിളികളെ സ്വീകരിക്കുക എന്നതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രലോഭനങ്ങളെ എങ്ങനെ മറികടക്കുവാനായിട്ട് സാധിക്കും? ഒന്നാമതായിട്ട് ഇതിനാവശ്യം പ്രാർത്ഥനയും വിശ്വാസവും എന്നുള്ളതാണ്. യേശു പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തതുപോലെ പ്രലോഭനങ്ങളെ ചെറുക്കുവാൻ നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തണം. പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള ദൈനംദിന ബന്ധം ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ നമ്മെ സഹായിക്കുന്നു. രണ്ടാമതായി, സംതൃപ്തിയും സത്യസന്ധതയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. എന്തു വില കൊടുത്തും ഭൗതിക വിജയം പിന്തുടരുന്നതിന് പകരം നമുക്കുള്ളതിന് നന്ദിയുള്ളവരായിരിക്കുകയും സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി പ്രവർത്തിക്കുകയും ചെയ്യുക. മൂന്നാമതായിട്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുക. ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആ ഒരു സമയത്തിലുള്ള വിശ്വാസം നമുക്ക് സമാധാനവും ശക്തിയും നൽകുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതാണ് പ്രിയമുള്ളവരെ. പ്രലോഭനം ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രലോഭനം അനുഭവിച്ച യേശു നമ്മോടൊപ്പം നടക്കുകയും വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു. ഈ നോമ്പുകാലത്ത് വിശ്വാസത്തിൻ്റെയും സത്യസന്ധതയുടെയും ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെയും ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പുതിയ ഹൃദയങ്ങളുമായി ഈ നോമ്പുകാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കാനും സഹോദരനെ സ്നേഹിക്കാനും. ആമേൻ.